ഒരു സീൻ കൊടുത്തിട്ടുണ്ട്. ഒന്നുമില്ല, പടം ഒരു രക്ഷയില്ല. മലയാളത്തിൽ ഒരു ബോറില്ല, ഒരു എന്ന് പറയാം, ഒരു ലാഗ് പോലും അടുപ്പിച്ചിട്ടില്ല പടം, ഒരു ലെവലിൽ പോലും. ലാലേട്ടൻ പൊളിച്ചെന്ന് പറഞ്ഞാൽ ഇനി അടുത്ത് 3-ാം വരവുണ്ട് ലാലേട്ടൻ്റെ. അതാണ് അതിനേക്കാളും വലിയൊരു മാസമുണ്ട്, വച്ചിട്ടുണ്ട്. പൊളിച്ച് സെറ്റാണ്, കൊള്ളാം, സെറ്റായി. ചേട്ടാ പണം കുഴപ്പമില്ല. ഞാനൊരു കാര്യം ചോദിച്ചോട്ടാ, നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് അഭിപ്രായം ഉണ്ടെങ്കിൽ നല്ലത്. നമ്മൾ ചോദിക്കണ നിങ്ങൾ സ്വന്തമായിട്ട് സൂപ്പർ, കൊള്ളാം, സൂപ്പർ, പൊളിപ്പടം, സൂപ്പർ. പൊളി, സൂപ്പർ, രക്ഷയില്ല. അടിപൊളി പടം, സൂപ്പറായിരിക്കും. ലാലേട്ടൻ അടിപൊളിയുന്നു, സൂപ്പറായിരിക്കുന്നു. നല്ല ഓടും, നല്ല കളക്ഷൻ ആയിരിക്കും, നല്ല ഡയറക്ഷൻ, നല്ല തിരക്കഥ, നല്ല ക്യാമറ, സൂപ്പർ പടം. ചേട്ടാ അടിപൊളി, സൂപ്പർ ഗംഭീര റെക്കോർഡ് എല്ലാം മതി. അടിപൊളി, നല്ല പടം, സൂപ്പർ, നന്നായിട്ടുണ്ട്, സൂപ്പർ. പടം വേറെ ലെവലാണ്, ഹോളിവുഡ് ലെവലിൽ. എന്താ പറയുക, നമ്മളെ മലയാള സിനിമയൊക്കെ ഇങ്ങോട്ട് പോകുന്നതെന്ന് പറഞ്ഞാൽ നമുക്കതൊരു അഭിമാനിക്കപ്പെട്ട ഒരു കാര്യമാണ്. 3-ാമത്തെ പടം ഡയറക്റ്റ് ചെയ്യുന്ന ഒരാളെന്ന് പൃഥ്വിരാജ് പറയാൻ പോലും പറ്റത്തില്ല. തിയേറ്റർ മൊത്തം ഒരു റൊമാൻറ്റിഫിക്കേഷനാണ്. 3 വർഷമായിട്ട് മോഹൻലാൽ ഇച്ചിരി ഒന്ന് പതുങ്ങിയിരിക്കുകയാണ്. അതിൻ്റെ മുതലും പലിശയും തീർത്ത് വീട്ടിരുന്ന രീതിയിൽ ഒരു സെറ്റ് കിടിലം പടം, മസ്റ്റ് വാച്ച്. 800 അംബാസിഡർ എന്ന് പറഞ്ഞു കൊണ്ടുവന്നവൻ വെറും 800. അഹങ്കാരം എന്ന് പറയുന്നത് മനുഷ്യന് ശകലമാവാൻ പാടുള്ളൂ. മോഹൻലാൽ എന്ന് പറയുന്ന ഇത്രയും വലിയ മനുഷ്യനെ കൊണ്ടുവന്ന് വെറും 7 ഡയലോഗാണ് അവൻ പറയിപ്പിച്ചിരിക്കുന്നത്. വെറും 7 ഡയലോഗ്. ദേഷ്യമാണ് വരുന്നത്, സത്യം പറയുന്നത് വളരെ ദേഷ്യമാണ് വരുന്നത്. കാരണം അത്രയും പ്രതീക്ഷയോടെ വന്നതാണ്. ഒരു പ്രാവശ്യം വേണമെങ്കിൽ മോഹൻലാലിനോടുള്ള സ്നേഹം കൊണ്ട് അദ്ദേഹത്തിന് ഇവിടെ, കാരണം നമ്മുടെയൊക്കെ അച്ഛന് മുമ്പേ അയാൾ വെട്ടിവെച്ചൊരു പാതയുണ്ട്. അത് കറക്റ്റായിട്ട് ദേഷ്യമാണ്. കാരണം ഭയങ്കര ഡിസപ്പോയിൻറ്റഡ്, ഇത്രയും ഹൈപ്പിൽ കൊണ്ടുവന്ന് അംബാസഡറാണ്, മറ്റേതാണ് ഇന്ത്യയുടെ ട്രെയിനാണ്, ഇന്ത്യൻ സിനിമയുടെ അംബാസഡർ എന്ന് പറഞ്ഞവർ 800 ക്വാളിറ്റി പോലും ഇല്ല. അഹങ്കാരം എന്ന് പറയുന്ന പൃഥ്വിരാജാണെങ്കിൽ ഏവനാണെങ്കിൽ അഹങ്കാരം ശകലം കാണിക്കും. ഇതേപോലുള്ള ഒരു മനുഷ്യനെ കൊണ്ടുവന്ന് മറ്റേ പരിപാടി ചെയ്യണം. 5 ഡയലോഗാണ് ആ മനുഷ്യനെ കൊണ്ട് പറയിപ്പിച്ചത്. 5 ഡയലോഗ്. ആര് മലയാള സിനിമയെ ഉദ്ധരിക്കാൻ വേണ്ടി നടക്കണം. അത്രയല്ല, 5 ഡയലോഗാണ് അദ്ദേഹത്തിനെ കൊണ്ട് പറയിപ്പിച്ചത്. 5 ഡയലോഗ്. മോഹൻലാലിൻ്റെ കട്ട ഫാനാണ്, മോഹൻലാലിന് വേണ്ടി മരിക്കാൻ വേണ്ടി റെഡിയായിരിക്കുന്ന ആളാണ്. അയാളെ കൊണ്ട് 5 ഡയലോഗ്. ആര്യവൻ മലയാള സിനിമയുടെ അംബാസഡർ ആവാൻ നടക്കണം അവന്. ഞാൻ ഒത്തിരി എക്സ്പെക്ടേഷൻ ഇല്ലായിരുന്നു. എനിക്ക് ലോ പേസിൽ ചിന്തിച്ചത്, അതിനനുസരിച്ച് ഐ ആം ഹാപ്പി വിത്ത് ഇറ്റ്. അടിപൊളി, സൂപ്പർ പടം. പൃഥ്വിരാജും ലാലേട്ടൻ പൊളിച്ചടുക്കിയിട്ടുണ്ട്. ഇൻട്രൊഡക്ഷൻ മുതൽ ക്ലൈമാക്സ് റൈറ്റ് സീൻ വരെ പൊളിച്ചടുക്കിയിട്ടുണ്ട്. പടം മേക്കിംഗ് വേറെ ലെവലായിട്ടുണ്ട്. മലയാള സിനിമയിൽ പീക്കായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിട്ട് സംഭവമായിട്ട് തന്നെ വരും. എക്സ്പെക്ടേഷൻ എല്ലാം കറക്റ്റായിട്ട് എക്സ്പെക്ടേഷൻ പോലെ പടം സൂപ്പർ. കണ്ടത് അതിമനോഹരം, കാണാത്തത് അതിനേക്കാട്ടി അതിമനോഹരമായിരിക്കും. സൂപ്പർ. ലാലേട്ടനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഫ്രെയിമിലും മാസാക്കിയിട്ടുണ്ട്. നല്ല അടിപൊളിയായിരുന്നു. നന്നായിട്ടുണ്ട്. പടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ അവിടെ പറഞ്ഞ തന്നെയാണ്. അതായത് എന്താ പറയുക, ഇതിനകത്ത് കുറച്ച് ഡയലോഗ് ഡെലിവറീസ് കുറവാണ്, വിഷ്വൽസാണ് ഉള്ളത്. അതുപോലെ തന്നെ ഈ ലാംഗ്വേജ് എന്നാലും ശരി തന്നെ. നമ്മൾ ലൂസിഫർ ആണെങ്കിൽ നമ്മൾ കേരളത്തിലാണ് കുറച്ചും കൂടുതൽ നിൽക്കുന്നത് പടം. പക്ഷേ ഇതാണെങ്കിൽ ഇതൊരു ഇൻ്റർനാഷണൽ ടീമാണ്, മനസ്സിലായില്ലേ? പല സ്ഥലങ്ങൾ, ലൊക്കേഷനാണ്. അതേപോലെ തന്നെ ലാംഗ്വേജും അങ്ങനെ തന്നെയാണ്. നമുക്കിതിനകത്ത് കൂടുതലും ഇംഗ്ലീഷും ഹിന്ദിയാണ് വരുന്നത്. ഹോളിവുഡ് അതായത് ഒരു മിക്സ്. അതിനിടയിൽ കുറച്ച് മലയാളമുണ്ട്. മോഹൻലാലിൻ്റെ കുറച്ച് ഡയലോഗ്സ് തന്നെയാണ് ഇതിനകത്ത് കൂടുതലായിട്ടും നല്ല ബ്രൈറ്റായിട്ട് നിൽക്കുന്നത്. ഓക്കെ, എക്സാക്ട്ലി. സിനിമാറ്റോഗ്രഫി ആയാലും മ്യൂസിക് ആണെങ്കിൽ അടിപൊളിയായിരുന്നു, പൊളിച്ചിട്ടുണ്ട്, ഒന്നും പറയാനില്ല. സൂപ്പറാണ്. ചീഫ് നെടുമ്പള്ളിയായിട്ട് കുറച്ചുകൂടെ വേണമായിരുന്നു. നല്ല പടം. സെക്കൻഡ് ഹാഫ് കത്തും ബ്രോ. മേക്കിംഗ് വൈസ് ടോപ്പാണ്. കാരണം മലയാളത്തിന് ഇങ്ങനത്തെ ഒരു അപ്രോച്ച്, പെർഫോമൻസ് വൈസ് ആയാലും എല്ലാവരും കൊള്ളാം. പക്ഷേ ഫസ്റ്റ് ലൂസിഫർ ഉണ്ടാക്കിയിട്ട് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയില്ല. സാറ്റിസ്ഫൈഡ് ആണ്. അത്ര ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. ലൂസിഫർ പോലെ ഒരു വാവ് ഫാക്ടർ ഒന്നും ഇല്ല പടത്തിൽ. എന്ത് പറയാം, പൃഥ്വിരാജ് പറഞ്ഞതുപോലെ ഒരു മലയാളത്തിലെ വലിയ ചെറിയ പടം, അത്രയേ ഉള്ളൂ. ഓവർ ഹൈപ്പോ കാര്യങ്ങളോ കൊടുക്കേണ്ട ഒരാവശ്യവും ഇല്ലായിരുന്നു.
ഫസ്റ്റ് പാർട്ടിനാണ് ഏറ്റവും ബെറ്റർ. എല്ലാവരെയും കൊണ്ട് ബിൽഡ് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. പക്ഷേ ലാലേട്ടൻ സെക്കൻഡ് ഹാഫിൽ തുടക്കം ഒരു എൻട്രി ഉണ്ട്, ഒരു രക്ഷയില്ല സെക്കൻഡ് എൻട്രി. ബാക്കിയൊക്കെ ഒരു ലെവൽ, സാധാരണ ലെവലിലേ ഉള്ളൂ. പിന്നെ പടത്തെ പറ്റി വലുതായിട്ടൊന്നും പറഞ്ഞില്ല. മേക്കിംഗ് അതുകൊണ്ട് പിടിച്ച് നിന്നില്ല. ഓവർ ഹൈപ്പിനനുസരിച്ച് പടം വന്നിട്ടില്ല, അത്രയേ ഉള്ളൂ. അത് ആൾറെഡി പറഞ്ഞു ലാലേട്ടൻ 40 മിനിറ്റേ ഉള്ളൂ. പക്ഷേ ഉള്ള മിനിറ്റിലും കുറച്ച് നേരം സ്റ്റൈലിഷ് ആയിട്ട് കൊണ്ട് നിർത്തി, അത്രയേ ഉള്ളൂ. വലിയ ഡയലോഗുകളോ കാര്യങ്ങളോ ഒന്നും നിർത്താതെ ചെറുതായിട്ടൊരു ശാന്തമായ രീതിയിൽ കൊണ്ട് നിർത്തിയിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. ഭയങ്കരമായിട്ട് ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഒന്നും ഇല്ലാതാക്കി കളഞ്ഞു. ആ ഒരു ഇതേ ഉള്ളൂ. ഒരൊറ്റ സീനുണ്ട്, ആ സീൻ മാത്രം തന്നെയാണ് മെയിൻ, വേറെ ഒന്നുമില്ല. ടിക്കറ്റ് എടുത്തോ അടിപൊളി പടം, ഒരു രക്ഷയില്ല. പൊളിയായിട്ടും മോഹൻലാലിൻ്റെ പെർഫോമൻസ് ഒക്കെ ഒരു രക്ഷയില്ല, അടിപൊളി. മാത്രമല്ല പൃഥ്വിരാജിൻ്റെ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ ഹോളിവുഡ് ലെവലിലാണ് പുള്ളിക്കാരൻ നല്ല രീതിക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി തേർഡ് പാർട്ടിനായിട്ട് കട്ട വെയിറ്റിംഗ് ആണ്. ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്തോ, പൊളിയാണ്.